തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, നമ്മൾ പ്രതീക്ഷിച്ച കണക്കുള്ള ഒരു വിജയം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDAക്ക് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഇനി കേരളത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ശക്തി ആയിരിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം 3 സീറ്റുള്ള ഞങ്ങള് നിയമസഭയിൽ 3 ഞങ്ങളുടെ MLA ശബ്ദിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ശബ്ദമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ ഈ 3 സീറ്റൊന്നും ഞാൻ വെറും ഒരു 3 സീറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ ഇതേ ഇലക്ഷൻ സമയത്ത് ബംഗാളിലും ഇലക്ഷൻ നടക്കുകയാണ്. ബംഗാളിലും റിസൾട്ട് വന്നു. 2011 ബംഗാളിൽ BJPക്ക് 0 2016 വെറും 3 സീറ്റായിരുന്നു. 2026 ആയപ്പം ഇന്ന് 200 സീറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിൽ മാറാമെങ്കിൽ ഇതേപോലെ തന്നെയുള്ള വളർച്ച തന്നെയാണ് കേരളത്തിലും ഞങ്ങൾ കാണുന്നത്. ആ രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത് ഒരു നിർണായകമായിട്ടുള്ള ശക്തി ഒരു പ്രതിപക്ഷ റോളിൽ ഞങ്ങൾ കാണും. ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ, ശരിയാണ്, കോൺഗ്രസിന് കേരളത്തിലെ ജനം നല്ലൊരു ഭൂരിപക്ഷം കൊടുത്തു. അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. അവരുടെ ആ ഒരു ഭൂരിപക്ഷവും ജനങ്ങളുടെ വികാരവും ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതിനെ ഞങ്ങൾ റെസ്പെക്റ്റും കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു ഭൂരിപക്ഷം ഇത്രയും കിട്ടാനുള്ള പ്രധാന കാരണം ഇത് ഒരു UDF അനുകൂല വോട്ടായിട്ടതിന് പകരം ഇതൊരു CPM വിരുദ്ധം, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ വിരുദ്ധ വോട്ടുകളാണ് ഇത് പോയത്. അപ്പൊ ആ രീതിയിൽ ഈ വോട്ട് സ്പ്ലിറ്റായി. അതിനകത്ത് കുറെ വോട്ടുകൾ, ധാരാളം സീറ്റുകൾ കോൺഗ്രസിനും UDFനും അത് നേടാൻ പോയി. അതിനകത്ത് കുറച്ച് സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ 10 വർഷമായിട്ട് ഇടതുപക്ഷ ഭരണം, ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിന് മടുത്ത് ജനങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് UDFന്റെ അവരുടെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, മറിച്ച് നേരത്തെ ചർച്ച ചെയ്തിരുന്ന പോലെ എനിക്ക് തോന്നുന്നു LDFന്റെ പ്രതിനിധി എന്നാണ് പറഞ്ഞത്, ഒരു പ്രീരണ രാഷ്ട്രീയത്തിന്റെ ഒരു നല്ല രീതിയിൽ അതിനെ അവർ വർക്കൗട്ട് ചെയ്തിരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി അവർ തന്നെ സമ്മതിക്കുന്നു, ഞങ്ങൾ മതത്തിന്റെ പേരിലാണ് രാഷ്ട്രം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങനല്ല, അവർ മതത്തിന്റെ പേരൊന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി. മുസ്ലിം ലീഗിന്റെ തന്നെ ശ്രീ KM ഷാജിയുടെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു മതപ്രീരണ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും UDFനെ സംബന്ധിച്ചോളം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിന്റെ കൂടെ തന്നെ ശ്രീ മഞ്ജുഷ്, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നോക്കൂ, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചത് ആരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ്. കോൺഗ്രസുമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു, അവരെ തോൽപ്പിച്ചു. അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നു, CPM ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നു, CP ആയിട്ടുള്ള ഫൈറ്റ് നടന്നു. ഇനി പല സ്ഥലത്തും ഇവർ ഒരുമിച്ച് നിന്ന്, ഇപ്പൊ മഞ്ചേശ്വരത്തെ പോലുള്ള മണ്ഡലത്തിൽ ഒരുമിച്ച് നിന്ന് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇനി മഞ്ചേശ്വരത്തെ തോൽവി എന്തുകൊണ്ട് സംഭവിച്ചു? മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ 954, അതിനു മുൻപ് 89 വോട്ടുകൾ. പക്ഷേ ഇത്തവണ വലിയ പരാജയമായി പോയി. മഞ്ചേശ്വരത്തിൽ ഞാനൊരു കണക്ക് പറയട്ടെ ശ്രീ മഞ്ജുഷ്. നോക്കൂ, CPMന് കഴിഞ്ഞ പ്രാവശ്യം 40,635 വോട്ട്, അതായത് 23% വോട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് 23 11% കുറഞ്ഞ് 27,000 വോട്ടങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പൊ അതേസമയം ഈ അഷ്റഫ് അവർക്ക് കിട്ടിയത് 38% നിന്ന് 51, അതായത് ഈ 11% ഇവിടുന്ന് കുറഞ്ഞത് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ക്രോസ് വോട്ടിങ്ങിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് മഞ്ചേശ്വരം നടന്നത്. അവിടെ SDP കാൻഡിഡേറ്റ് എങ്ങനെയാണ് പിൻവലിച്ചത്, എന്ത് കാരണങ്ങൾ പറഞ്ഞിട്ടാണ്, ആര് പറഞ്ഞിട്ടാണ് പിൻവലിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പം BJPയെ സംബന്ധിച്ചോളം എന്ത് വില കൊടുത്താലും അവർ തോൽപ്പിക്കണം എന്നുള്ളത് ഇത് അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിനും CPMന്റെ നയമായിരുന്നു. അതിനകത്ത് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MA ബേബി വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്. അതായത് ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ചായിരിക്കും, ഒരു മുന്നണിയുടെ ഭാഗമാണ്. പക്ഷെ കേരളത്തിൽ ചില വിചിത്ര സാഹചര്യം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. ആ ഫൈറ്റിനും ഒരു മര്യാദ വേണം, ഞങ്ങൾ മറ്റു രീതിയിലുള്ള പേഴ്സണൽ അറ്റാക്ക് ചെയ്യരുതെന്ന് പറഞ്ഞത് ആരാണ്? ശ്രീ MA ബേബിയാണ്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു, BJP ജയിച്ചാലും UDFന്റെ അംഗസംഖ്യ കൂടരുത് എന്നുള്ള ആഗ്രഹമായിരുന്നു LDFനുണ്ടായിരുന്നത്. മറിച്ചും അങ്ങനെ വരുവാനേ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർ തമ്മിലുള്ള മത്സരത്തിൽ ആർക്ക് ശക്തി കുറയും എന്നുള്ളത് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ശ്രീ കേണൽ ഡിന്നി, കഴിഞ്ഞ തവണത്തെ പോലെ ആയിരുന്നില്ല ഈ ഫൈറ്റ്. ശ്രീ സിബി സത്യൻ, അതിനകത്ത് പിന്നെ ഒരു കാര്യങ്ങളുണ്ട് ശ്രീ മഞ്ജുഷ്. അപ്പൊ എങ്ങനെയാണ് രണ്ടുപേരും
കോൺഗ്രസ് പറഞ്ഞു CPM ഞങ്ങളുടെ ബി ടീമാണെന്ന്, CPM പറഞ്ഞു കോൺഗ്രസ് ഞങ്ങളുടെ ബി ടീമാണെന്ന്. അപ്പൊ അതും ഇവർ തന്നെയാണ് പറഞ്ഞത്. പരസ്പര ഡീൽ ആരോപണം. പക്ഷെ എനിക്ക് തോന്നുന്നു മഞ്ചേശ്വരത്തൊക്കെ അവിടെ BJP തോൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ ന്യൂനപക്ഷം അവിടെ അവർ ഒരുമിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് സ്വന്തം വിലയിരുത്തലിൽ അങ്ങനെ വോട്ട് ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അതൊരു പാർട്ടി ക്രോസ് വോട്ടിംഗ് എന്ന രീതിയിൽ കാണാൻ പറ്റുമോ എന്ന് സംശയമാണ്. പാലക്കാട്ട് നോക്കൂ, പാലക്കാട്ടും അതേപോലത്തെ ഒരു സ്ഥാനാർത്ഥിയല്ലേ അവർ നിർത്തിയത്. ആർക്ക് വേണ്ടിയാണ് അത് നിർത്തിയത്? അങ്ങനെയല്ല. അപ്പൊ അവിടെ പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷങ്ങൾ ആരാണോ ജയിക്കുവാൻ പോകുന്നത് എന്ന് കണ്ടുകൊണ്ട് BJPയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി അവർ വോട്ട് ചെയ്തു. അവസാന റൗണ്ടുകളിലാണല്ലോ അവിടെ ശോഭാ സുരേന്ദ്രന് പിന്നോക്കം പോകേണ്ടി വന്നത്. ഇടയ്ക്ക് ലീഡ് നേടിയതാണ്. റൗണ്ട് വോട്ടറിന് നടക്കുന്ന പഞ്ചായത്തുകളുടെ ഘടന നോക്കിയാൽ മതി, അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്നതാണ്. മുമ്പ് ഷാഫി പറമ്പിലും അതുപോലെ ജയിച്ചിട്ടുള്ളതാണ്. അതിനെ പക്ഷേ ക്രോസ് വോട്ടിങ്ങിന്റെ പരിധിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് അല്പം അതൊരു ഇമ്മച്ചുവർ ആയി പോകും. നേരത്തെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് കൃത്യമാണ്, അത് അതിനകത്ത് യാതൊരു സംശയമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രീ MA ബേബി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എവിടെ ആവശ്യമുണ്ടോ ഞങ്ങൾ ഈ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് ഒരു കോർഡിനേഷൻ എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്ന്. ഈ ഇലക്ഷൻ തുടക്കുന്നത് തൊട്ടു മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് വില കൊടുത്താലും BJP ജയിക്കാൻ പാടില്ല എന്നുള്ള ആശയമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞതല്ലേ. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ കോൺഗ്രസ് CPM എവിടെയൊക്കെ പോസിബിൾ ആണോ, എവിടെയൊക്കെ. പിന്നെ ഇവിടെ ഇപ്രാവശ്യം പറ്റിയെന്ന് വെച്ചാൽ പല സ്ഥലത്തും ശ്രീ മഞ്ജുഷ് പറയുന്നത് ഞാനൊരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യത്തിൽ ഞാനത് എഗ്രി ചെയ്യാണ്. അതായത് രണ്ടുപേർക്കും ഒരു കടുത്ത മത്സരം ഉണ്ടായതുകൊണ്ട് എല്ലാ സീറ്റിലും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ പല സീറ്റുകളിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.